നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. BRC പേരാമ്പ്രയുടെ നേതൃത്വത്തിൽ ക്രിയേറ്റീവ് കോർണർ ഏകദിന ശില്പശാല വാളൂർ ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ 5, 6, 7 ക്ലാസുകളിലെ കുട്ടികൾ ക്ലാസ് റൂം വിഷയങ്ങളിലൂടെ നേടിയ ആശയങ്ങളും ഗവേഷണ മനോഭാവവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള നൂതന കർമ്മ പദ്ധതിയായ ക്രിയേറ്റീവ് കോർണറിന്റെ ഭാഗമായി വാളൂർ GUP സ്കൂളിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK പാത്തുമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെയും SSKയുടെയും സഹകരണത്തോടെയാണ് നടപ്പാക്കുന്നത്. വിവിധ ശാസ്ത്ര വിഷയങ്ങളിലും WEയിലുമുള്ള ആശയങ്ങൾ അനുയോജ്യമായ തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കുക വഴി ജീവിത നൈപുണ്യങ്ങൾ വികസിപ്പിക്കുകയും വിവിധ തൊഴിൽ മേഖലകളിലെ സാധ്യതകളെക്കുറിച്ച് ധാരണ രൂപീകരിക്കുകയും ചെയ്യുന്നതായി അധ്യാപകർ പറഞ്ഞു. 5, 6, 7 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ ക്ലാസ് റൂം വിഷയങ്ങളിലൂടെ നേടിയ ആശയങ്ങളും ഗവേഷണ മനോഭാവവും സംയോജിച്ചുകൊണ്ടുള്ള ഒരു നൂതന കർമ്മ പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും SSKയുടെയും സഹകരണത്തോടുകൂടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ക്രിയേറ്റീവ് കോർണർ. പ്രധാനമായിട്ടും 5, 6, 7 ക്ലാസ്സിലെ കുട്ടികളുടെ സാമൂഹ്യ ശാസ്ത്രം, ഗണിതം, അതേപോലെ തന്നെ പ്രവൃത്തി പരിചയം ഈ 3 വിഷയങ്ങളുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പദ്ധതിയാണിത്. അതേപോലെ തന്നെ പേരാമ്പ്ര BRCക്ക് കീഴിൽ നമ്മുടെ ഗവൺമെൻറ് UP സ്കൂൾ വാളൂർ ആണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇവിടുത്തെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഇന്ന് ഇവിടെ ഈ ഒരു ഏകദിന ശില്പശാല നടക്കുന്നത്. പ്രധാനമായിട്ടും അവരെ ഇന്ന് അതായത് ഒരു മേശ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, അതായത് ഗണിത ആശയങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ഇന്ന് പ്രധാനമായിട്ടും നടക്കുന്നത്. കുട്ടികളുടെ ക്രിയാത്മകതയും ചിന്താശേഷിയും സർഗാത്മകതയും ഒരുപോലെ പരിപോഷിപ്പിക്കപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ പേരാമ്പ്ര BRC പരിധിയിൽ വാളൂർ GUPയിൽ മാത്രമാണ് ക്രിയേറ്റീവ് കോർണർ അനുവദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പ്രൊജക്ട് കോഓർഡിനേറ്റർ K ഷാജിമ ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി. പ്രധാന അധ്യാപകൻ VK ബാബുരാജ്, BRC ട്രെയിനർ TK നൌഷാദ്, സ്റ്റാഫ് സെക്രട്ടറി ഷീബ, കുഞ്ഞമ്മദ് മാസ്റ്റർ, PTA പ്രസിഡന്റ് ഷാനവാസ്, MPTA പ്രസിഡന്റ് നസീമ, ശ്രീധരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. SRG PP ലിനീഷ്, DRG അനുശ്രീ ചന്ദ്രൻ, ഷിഞ്ചു RK, ദിനേശ് കുമാർ തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി. ശില്പശാലയുടെ ഭാഗമായി മേശ നിർമ്മാണ പ്രവർത്തനത്തിലാണ് കുട്ടികൾ ഏർപ്പെട്ടത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV പ്രമോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ഷിനി TV സ്വാഗതവും കോഓർഡിനേറ്റർ ദിനേശ് KKA നന്ദിയും പറഞ്ഞു. നീളം 72 സെന്റിമീറ്റർ, 50.7 സെന്റിമീറ്റർ. പിന്നെ ഈ ഗ്യാപ്പിൽ ഈ സൈഡിലോട്ട് വരുന്നതിൻ്റെ നീളം 10 സെന്റിമീറ്റർ, മുകളിലോട്ട് വരുന്നവരാണ്. ഓക്കെ പറയാം. ഇതിപ്പോൾ നമ്മളെ BRC തലത്തിൽ ഓരോ സ്കൂളുകളും ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ പേരാമ്പ്ര BRCയിലാണെങ്കിൽ നമ്മുടെ വാളൂർ UP സ്കൂളിലാണ് ഇപ്പോൾ ക്രിയേറ്റീവ് കോർണർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളെ പ്രവൃത്തി പരിചയമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പാഠഭാഗങ്ങളിലൊക്കെ ഉള്ളത്, പുതിയ പുസ്തകത്തിലുള്ളത് ഓരോ ചെയ്യേണ്ട പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റ് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനാവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ ഓരോ വിവിധ കളികളിലായിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത്. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ ഒരു ഗാർഡനിങ്ങും അതുപോലെ കൃഷിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട കുറേ ഉപകരണങ്ങൾ അങ്ങനെ സൈഡിലുണ്ട്. പിന്നെ ഇപ്പോഴത്താണെങ്കിൽ കുക്കിങ് നേരത്തെ പറഞ്ഞ കേക്ക് നിർമ്മാണം അങ്ങനെയുള്ള കുറേ ഉപകരണങ്ങളൊക്കെ പുറത്താണുണ്ട്. പിന്നെ അതേപോലെ വയറിങ്, LED നിർമ്മിക്കാൻ ആവശ്യമായ കിറ്റുകൾ, പിന്നെ പ്ലംബിങ്ങിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ ടൈലറിങ്ങിൻ്റെ മെഷീൻ, അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്.
പിന്നെ അത് ഫാഷൻ ഡിസൈനൊക്കെ ഉദ്ദേശിക്കുന്നതിന് ആവശ്യമായ സ്കെയിലും അതുപോലുള്ള സാധനങ്ങളൊക്കെ അവിടെ എല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെല്ലാം പിന്നെ ആവശ്യമായ കുറേ തുണികൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത്തരത്തിലൊക്കെ എല്ലാ ടൂൾസും ഇവിടെ ഉണ്ട്. കട്ട് ചെയ്യാനുള്ളത്, ആദ്യം കട്ട് ചെയ്യാനുള്ളതൊക്കെ വലിയ ഉപകരണങ്ങളൊക്കെ ആയിരുന്നു വെച്ചത്. വലിയ മറ്റുള്ളത് പിന്നെ ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ എന്തോ പ്രയാസമുണ്ടെന്നുള്ളത് മാറ്റിയിട്ട് പിന്നെ ചെറിയ തരത്തിലുള്ള ചാർജിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഉപകരണങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ എല്ലാതരം ടൂൾസും മാറ്റങ്ങൾ ലഭ്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതുപോലെ പാഠപുസ്തകത്തെ ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലാ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. പിന്നെ ഇത് സെറ്റ് ചെയ്തിട്ടൊക്കെ തന്നെ റിസാർട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവരുടെ ഡിസൈനിങ്ങാണ്, അവർ തന്നെ വന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് വെക്കുന്ന പ്രവൃത്തികളാണ് ചെയ്തിട്ടുള്ളത്. ആ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ്. എല്ലാ സ്ഥലങ്ങളിലുണ്ട്. അത് ഒരു BRC കീഴിൽ ഒരു ബ്ലോക്കിനായിട്ട് ഒരു സ്കൂളിലാണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം ചില ബ്ലോക്കുകൾ 2 സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സ്കൂളുകളൊക്കെ ചില സ്ഥലങ്ങളിലേക്ക് 2 വന്നിട്ടുണ്ട്. അല്ലാതെ ഓരോ ബ്ലോക്കിനകത്ത് ഓരോ ബ്ലോക്ക് നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ അളക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ അടിയിലുള്ള അളക്കുമ്പോൾ ഗ്യാപ്പൊക്കെ അളക്കുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ട്. ബാക്കിയെല്ലാം ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.